ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അപ്പോൾ നമുക്ക് ഈ ഹോം മെയ്ഡ് ഗരം മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. 3 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1.5 ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ്, അതായത് നല്ല ജീരകം. ക്യൂമിൻ സീഡ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ 7-8 ജാതിപത്രം എടുത്തിട്ടുണ്ട്, 2 നട്ട്മഗും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-11 ബ്ലാക്ക് കാഡമം, 1 ടീസ്പൂൺ ഗ്രാമ്പു, 4 സിന്നമൺ സ്റ്റിക്ക്, 3 തക്കോലം, 2 ടേബിൾ സ്പൂൺ ഏലക്ക, 3-4 ബേ ലീഫ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ജാതിക്കയുടെ തൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, എന്നാൽ മാത്രമേ നമുക്ക് ഗരം മസാലയ്ക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തന്നെ ഇതിനകത്തുള്ള പെരുംജീരകവും ജീരകമൊക്കെ പൊട്ടാനായിട്ട് തുടങ്ങും. നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഇപ്പോൾ മസാലയുടെ. ഇതിങ്ങനെ ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാനും എളുപ്പമാണ്, നന്നായി പൊടിഞ്ഞു കിട്ടും. കുറച്ചൊന്ന് തണുത്ത ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ചൂടോടുകൂടി നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റരുത്, കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. ഈ മസാലയ്ക്ക് നല്ല ഫ്ലേവറാണ്. നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഒരുപാട് നാളത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.